ഹലോ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ പറയാം. ഇപ്പം ദളിത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം അങ്ങനെ കാട് കയറിയൊന്നും പി എസ് സിക്ക് വേണ്ട എന്നുള്ളതാണ്. ദളിതിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അത് പ്രധാനമായിട്ടും രചനകളാകാനാണ് 90% സാധ്യത എന്നുള്ളത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം. കെ സന്തോഷ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കെ സന്തോഷിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പുസ്തകമാണ് തിരസ്കൃതരുടെ രചനാഭൂപടം, കാതൽ മലയാളത്തിലെ ദളിത് കവിതകൾ. തിരസ്കൃതരുടെ രചനാഭൂപടം കെ സന്തോഷും രാജേഷ് ചിറപ്പാടും കൂടി ചേർന്നാണ് രചിച്ചത് എന്നും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കി എഴുതുക. തിരസ്കൃതരുടെ ഭൂപടം, കാതൽ മലയാളത്തിലെ ദളിത് കവിതകൾ. ഇതൊക്കെ കെ സന്തോഷാണ്. തിരസ്കൃതരുടെ രചനാഭൂപടം, കാതൽ മലയാളത്തിലെ ദളിത് കവിതകൾ, കെ സന്തോഷ്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് കെ ബാബുരാജ്. കെ ബാബുരാജിൻ്റെയാണ് മറ്റൊരു ജീവിതം സാധ്യമാണ് ഇരുട്ടിലെ കണ്ണാടി. മറ്റൊരു ജീവിതം സാധ്യമാണ് ഇരുട്ടിലെ കണ്ണാടി. വായനയുടെ ദളിത് പാഠം എഴുതിയത് കെ കൊച്ച്. വായനയുടെ ദളിത് പാഠം കെ കൊച്ച്. ബലിയാടുകളുടെ വംശാവലി, കറുത്ത ദൈവങ്ങളും നഗ്നസത്യങ്ങളും എം യേശുദാസൻ്റെ കൃതികളാണ്. ബലിയാടുകളുടെ വംശാവലി, നഗ്നസത്യങ്ങളും, കറുത്ത ദൈവങ്ങളും നഗ്നസത്യങ്ങളും, ബലിയാടുകളുടെ വംശാവലി ആരുടെയാണ്? എം യേശുദാസൻ്റെയാണ്. അടുത്തത് പ്രദീപൻ പാമ്പിരിക്കുന്നാണ്. അദ്ദേഹത്തിൻ്റെ ഏരി എന്ന് പറയുന്ന നോവല് വളരെ പ്രസിദ്ധമായിട്ടുള്ള ദളിത് നോവലാണ്. ഇനി അദ്ദേഹം എഴുതിയിട്ടുള്ള ദളിത് നിരൂപണങ്ങളാണ് ദളിത് സൗന്ദര്യശാസ്ത്രം. മറന്നു പോകരുത്, ദളിത് സൗന്ദര്യശാസ്ത്രം. ദളിത് സൗന്ദര്യശാസ്ത്രമാണ് പ്രദീപൻ പാമ്പിരിക്കുന്നിൻ്റെ. ദളിത് പഠനം, സ്വത്വം, സംസ്കാരം, സാഹിത്യം എന്നിവയും പ്രദീപൻ പാമ്പിരിക്കുന്നിൻ്റെ ആണ്. അടുത്ത ആളാണ് എം പി മനോജ്. എം പി മനോജിനെ പറ്റിയ ജാഗ എന്ന നോവൽ എഴുതിയത് ആരാണ് അറിയോ? ഇദ്ദേഹത്തിൻ്റെയാണ് കേട്ടോ. എം പി മനോജിൻ്റെയാണ് ജാഗ എന്ന നോവൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ദളിത് രചനകളെല്ലാം കൂടി ചേർത്ത് പുതിയൊരു സമാഹാരം വന്നിട്ടുണ്ട്. മരിയ ബറുദയ എന്നാണ് പേര്. മരിയ ബറുദയ. ഓക്കെ. ഇദ്ദേഹത്തിൻ്റേതാണ് ആദർശം, എഴുത്ത്, അവസ്ഥ, ദളിത് സാഹിത്യ പഠനങ്ങൾ. ഇതൊക്കെ എം പി മനോജിൻ്റെ കൃതിയാണ്. എന്തൊക്കെയാണ്? ജാഗ എന്ന നോവല്, മരിയ ബറുദയ, ആദർശം, എഴുത്ത്, അവസ്ഥ, ദളിത് സാഹിത്യ പഠനങ്ങൾ എം പി മനോജിൻ്റെയാണ്. കൂട്ടാന്തതയുടെ 70 വർഷങ്ങൾ, പിന്നെ കാണുന്നീലൊരക്ഷരവും, ഇതൊക്കെ എം പി മനോജിൻ്റെയാണ്. ഓർത്ത് വച്ചേക്കുക. ഐഡൻറ്റിറ്റി കാർഡ്, പാവേ പാവേ പോക വേണ്ട, കവിത, ഉടലും ഭാഷയും, ഇതൊക്കെ എം പി മനോജിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കേട്ടോ. ഇതിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും ക്വസ്റ്റ്യൻ വരും, അതുകൊണ്ട് ഓർത്ത് വച്ചേക്കുക. ദളിതമക്ഷര സംയുക്തം കേട്ടിട്ടുണ്ടോ? ഇതും പുതിയ പുസ്തകമാണ്. ദളിതമക്ഷര സംയുക്തം എഴുതിയത് സജിത കെ.ആർ. കീഴാളൻ്റെ പ്രതിരോധ തന്ത്രം ഷീബ എം കുര്യൻ്റെയാണ്. കീഴാളൻ്റെ പ്രതിരോധ തന്ത്രം ഷീബ എം കുര്യൻ. ദളിതമക്ഷര സംയുക്തം സജിത കെ.ആർ. ദളിത് കവിതകൾ ഒരു പഠനം എന്ന് പറഞ്ഞിട്ട് പോൾ ചിറക്കരയോടിൻ്റെ ഒരു പുസ്തകമുണ്ട്. ദളിത് കവിതകൾ ഒരു പഠനം. അതേപോലെ കവിയൂർ മുരളിയുടെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ദളിത് സാഹിത്യം. ദളിത് സാഹിത്യം എഴുതിയ ആരാണ്? കവിയൂർ മുരളി. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ, ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റ് എന്ന് പറയുന്നത് കെ അനിൽകുമാറിൻ്റെ മലയാള സാഹിത്യത്തിലെ കീഴാള പരിപ്രേക്ഷ്യം. മലയാള സാഹിത്യത്തിലെ കീഴാള പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞിട്ട് കെ അനിൽകുമാറിൻ്റെ ഒരു പുസ്തകമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളുക. ഇനി കുറച്ച് ദളിത് കവിതകൾ നോക്കാം. എം പി മനോജിനെ പറ്റി നമ്മൾ കണ്ടില്ലായിരുന്നു. ജാഗ എന്ന നോവലൊക്കെ എഴുതിയ എം പി മനോജിൻ്റെ കവിത എന്ന് പറഞ്ഞിട്ട് ഐഡൻറ്റിറ്റി കാർഡ് അല്ല കേട്ടോ. എം പി മനോജിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ആരുടെയാണ്? എസ് ജോസഫിൻ്റെയാണ്. നമ്മളിപ്പോൾ കാണും എസ് ജോസഫിനെ. എം പി മനോജിൻ്റെ സർവേ ഓഫ് ഇന്ത്യയാണ്. തിരിഞ്ഞു പോകരുത്, സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയിലാണ് ഒരു ചണ്ടാളിനോ ഗോവിനോ തൂക്കം കൂടുതൽ അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത്. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യയാണ് എം പി മനോജിൻ്റെത്. ഇനി എസ് ജോസഫിൻ്റെ കൃതികൾ ധ്വനി, കറുത്ത കല്ല്, മീൻകാരൻ, അതേപോലെ ഐഡൻറ്റിറ്റി കാർഡ്, ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു, ചന്ദ്രനോടൊപ്പം. ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്നുള്ള എസ് ജോസഫിൻ്റെ കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എസ് ജോസഫിൻ്റെയാണ് ഐഡൻറ്റിറ്റി കാർഡ്, കറുത്ത കല്ല്, ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു, ചന്ദ്രനോടൊപ്പം, മീൻകാരൻ, ധ്വനി, ഇതൊക്കെ എസ് ജോസഫാണ്. ഇനി മറ്റൊരാൾ എം ആർ രേണുകുമാറാണ്. എം ആർ രേണുകുമാറിൻ്റെ വിഷക്കായ, കടലാസുകിളി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ ഏകലവ്യൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് വി.കെ. നാരായണൻ്റെ ഒരു കവിതയുണ്ട്. അങ്ങനെ ഒട്ടേറെ ദളിത് കവിതകൾ നമുക്കുണ്ട്.
അപ്പോൾ അതൊക്കെയൊന്ന് നിങ്ങൾ നോക്കുക. പ്രധാനപ്പെട്ട ദളിത് നോവലുകൾ പ്രദീപൻ ബാബരിക്കുന്നിൻ്റെ ഏരി നമ്മൾ പറഞ്ഞു. പിന്നെ നാരായൺ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ചെങ്ങാറും കൂട്ടാളും, വന്നല, കൊച്ചരേത്തി, അതേപോലെ രമേശൻ ബ്ലാത്തൂർ എഴുതിയ പെരുമാൾ, പിന്നെ ഇപ്പം വന്നിട്ടുള്ള എസ് ഹരീഷിൻ്റെ മീശ, ഇതൊക്കെ ദളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവലുകളാണ്. പിന്നെ എൻ പ്രഭാകരൻ്റെ ശൗര്യം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. പി എ ഉത്തമൻ്റെ ചാവൊലി, അത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ്. ഇനി ദളിത് കവിതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം TKC വടുതല വിട്ടുകളയാൻ കഴിയാത്തൊരു പേരാണ്. സംക്രാന്തിയാട, റിഹേഴ്സൽ തുടങ്ങിയവയൊക്കെ TKCയുടെയാണ്. അതുപോലെ ജാതി ചോദിക്കരുത് എന്നുള്ളത് KP രാമനുണ്ണിയുടെയാണ്, രാമനുണ്ണിയുടെ കഥയാണ്. അപ്പം ജാതി ചോദിച്ചാൽ എന്ത് എന്ന് പറഞ്ഞ് നരേന്ദ്രപ്രസാദ് ഒരു ലേഖനവും മറ്റും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജാതി ചോദിക്കരുത് എന്നുള്ളത് KP രാമനുണ്ണിയുടെയാണ്. കൂമ്പെടുക്കുന്ന മണ്ണ് എന്നുള്ള ദളിത് കഥ ഉറൂബിൻ്റെയാണ് കേട്ടോ, ഉറൂബിൻ്റെ. സർവേ എന്ന പേരിൽ ചന്ദ്രമതിയും, കല്ല് എന്ന പേരിൽ ഗ്രേസിയും, എരണ്ടകൾ എന്ന പേരിൽ P വത്സലയും എഴുതിയിട്ടുണ്ട്. സർവേ ചന്ദ്രമതി, കല്ല് ഗ്രേസി, എരണ്ടകൾ P വത്സല. ഇനി പുതിയ എഴുത്തുകാരിൽ സാറാ ജോസഫ്, തായ്ക്കുലം, വിയർപ്പടയാളങ്ങൾ, ഇതൊക്കെ സാറാ ജോസഫിൻ്റെ കഥകളാണ്. MR രേണുകുമാർ ഞാറുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്താണ്, ഇതാണ് കഥകളുടെ സമാഹാരമാണ്. അപ്പം ഞാറെന്ന് കേട്ടപ്പോഴാണ് പൊഞ്ഞാറ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ പൊഞ്ഞാറ്? അത് നാട്ടുഭാഷാ നിഘണ്ടുവാണ് കേട്ടോ, പൊഞ്ഞാറ്. ആരാ എഡിറ്റർ? അംബികാസുധൻ മാങ്ങാടാണ്. ഓക്കെ. ഇനി പെലമർദ എന്ന് പറയുന്ന കഥ നാരായൻ്റെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ദളിത് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ ആ രചനകൾ വിട്ട് കളയാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.